ടൈം ട്രാവൽ ചെയ്യാൻ റെഡിയാണോ? വീണ്ടും നമുക്ക് ഒരു 8,000 to 10,000 ഇയേഴ്സ് പുറകിലേക്ക് നമുക്കൊന്ന് പോയാലോ? 3, 2, 1. ലോകത്തെ തന്നെ പട്ടിണിയിൽ നിന്ന് രക്ഷിച്ച ഒരു പ്രധാന ഭക്ഷ്യവിളയെ പറ്റിയാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം കപ്പ. നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം കപ്പ അത് കേരളത്തിൽ ജനിച്ചതല്ല എന്നുള്ള സത്യം ഞാൻ ഇന്നാണ് മനസ്സിലാക്കിയത്. നിങ്ങൾക്കറിയാമായിരുന്നോ അത്? കപ്പയുടെ ചരിത്രത്തെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഏകദേശം 8,000 തൊട്ട് 10,000 വർഷങ്ങൾക്ക് മുൻപ് ബ്രസീലും പരാഗ്വേയും ഒക്കെ ഉൾപ്പെടുന്ന ദക്ഷിണ അമേരിക്കൻ പ്രദേശങ്ങളിലെ സാധാരണ ജനവിഭാഗങ്ങളാണ് ഈ കപ്പയുടെ കൃഷി തുടങ്ങി വെച്ചത്. പിന്നീട് ഈ നമ്മുടെ മരച്ചീനി അഥവാ കപ്പയെ പോർച്ചുഗീസ് ട്രേഡേഴ്സ് 16-ാം നൂറ്റാണ്ടിൽ ആഫ്രിക്കയിലേക്കും ഏഷ്യയിലേക്കും ഒക്കെ അങ്ങനെ ട്രേഡിംഗ് വഴിയായിട്ട് നമുക്ക് പരിചയപ്പെടുത്തി തന്നു. കപ്പയുടെ ഉയർന്ന വിളവും അത് വരൾച്ചയെ പ്രതിരോധിക്കുന്ന അതിൻ്റെ കഴിവും ഇതെല്ലാം കണ്ടുകൊണ്ട് പല രാജ്യങ്ങളും ഇതിനെ അക്സെപ്റ്റ് ചെയ്തിനെ സ്വീകരിച്ചു. നമ്മുടെ കപ്പ അല്ലെങ്കിൽ കസാവ അല്ലെ ടാപ്പിയോക്ക നമ്മൾ വിളിക്കും അല്ലേ, അതിൻ്റെ ശാസ്ത്രീയ നാമം മാനിഹോട്ട എസ്ക്യുലൻഡ എന്നാണ്. കപ്പ ഇന്ത്യയിലെത്തിയത് എങ്ങനെയാണ്? 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ ഗോവയിലൂടെയും ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരങ്ങളിലൂടെയുമാണ് കപ്പ ഇന്ത്യയിലെത്തിച്ചത്. കേരളത്തിൽ മരച്ചീനി ജനപ്രിയമായത് 19-ാം നൂറ്റാണ്ടിലാണ്. വിശപ്പും ഭക്ഷ്യക്ഷാമവും നടമാടിക്കൊണ്ടിരുന്ന കാലത്ത് തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ആയില്യം തിരുനാൾ രാമവർമ്മ അദ്ദേഹമാണ് മരച്ചീനിയുടെ കൃഷി വ്യാപകമായിട്ട് പ്രോത്സാഹിപ്പിച്ചത്. വരൾച്ചയെ അതിജീവിക്കാനുള്ള കപ്പയുടെ ഗുണങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടാകാം, മാത്രമല്ല എളുപ്പത്തിൽ വളർത്താൻ പറ്റുന്ന ഒരു ഭക്ഷ്യവിളയാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാവാം അദ്ദേഹം ഈ ഒരു മരച്ചീനിയുടെ കൃഷിയെ പ്രോത്സാഹിപ്പിച്ചത്. അതിനുശേഷം കപ്പ കേരളത്തിൻ്റെ ഭക്ഷ്യ സംസ്കാരത്തിൻ്റെ ഒഴിവാക്കാനാവാത്ത അവിഭാജ്യ ഘടകമായി മാറി എന്ന് തന്നെ നമുക്ക് പറയാം. കപ്പ കൊണ്ട് തന്നെ നമുക്ക് 100 കണക്കിന് വിഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കാം, ശരിയല്ലേ? പ്രത്യേകിച്ച് കോട്ടയംകാരുടെ കപ്പയും മീൻ കറിയും. അതാണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യമായിട്ട് ഓടി വരുന്നത്. എൻ്റെ മനസ്സിലേക്ക് അതാണ് ആദ്യമായിട്ട് ഓടി വരുന്നത്. കപ്പപ്പുഴുക്ക്, കപ്പ ബിരിയാണി, കപ്പ ഫ്രൈ, കപ്പ ചിപ്സ്, കപ്പ വറുത്തത്, കപ്പ കട്ട്ലറ്റ്, കപ്പ വട, ടപ്പിയോക്ക പുഡിങ്, സാബുദന എന്ന് വേണ്ട ധാരാളം വിഭവങ്ങൾ. കപ്പയുടെ കൃഷി എങ്ങനെയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇത് വിത്ത് ഉപയോഗിച്ചല്ല ചെയ്യുന്നത്, ഇതിൻ്റെ തണ്ട് മുറിച്ച് നമ്മൾ നടുകയാണ് ചെയ്യുന്നത്. നല്ല നീർവാർച്ചയുള്ള മണ്ണ് വേണം, ധാരാളം സൂര്യപ്രകാശം വേണം. ഇത് 8 തൊട്ട് 12 മാസത്തിന് ശേഷം ഇതിൻ്റെ വിളവെടുപ്പ് എടുക്കാൻ സാധിക്കുന്നതാണ്. പറിച്ചെടുത്തിട്ടുള്ള ഈ കിഴങ്ങ് പെട്ടെന്ന് കേടാവാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഇത് പല രീതിയിലാണ് സൂക്ഷിക്കുന്നത്. അപ്പോൾ ചിലരിത് ഉണക്കുന്നു, ചിലർ ഉണക്കിയത് പൊടിക്കുന്നു, സ്റ്റാർച്ച് ഉണ്ടാക്കുന്നു, പിന്നെ ഫ്രീസറിൽ വെക്കുന്നു. അങ്ങനെ പലതരത്തിലുള്ള രീതിയിൽ ഇതിനെ സൂക്ഷിച്ച് കേടാവാതെ ടേക്ക് കെയർ ചെയ്യുന്നു. കപ്പ പരിസ്ഥിതിക്ക് ചെയ്യുന്ന സംഭാവന എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കാണാം. ഇതിൻ്റെ ഇലകളും വേരുകളെല്ലാം മണ്ണിനെ പിടിച്ചു നിർത്തുന്നു, അതായത് മണ്ണൊലിപ്പ് കുറയ്ക്കുന്നു. മറ്റു വിളകൾ പരാജയപ്പെടുന്ന സമയത്തും കപ്പയ്ക്ക് വിളവ് നൽകാൻ കഴിയും, അതായത് വരൾച്ചയെ അതിജീവിക്കുന്നു. ലോകത്തെ കോടിക്കണക്കിന് ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാർബോഹൈഡ്രേറ്റ് ഭക്ഷണമാണ് നമ്മുടെ കപ്പ. കപ്പ മണ്ണിനെ വളക്കൂറുള്ളതാക്കുന്നു. മാത്രമല്ല പല വിധത്തിലുള്ള ജൈവ വൈവിധ്യം നിലനിൽക്കാനും ഈ കപ്പ സഹായമാകുന്നു. കാലാവസ്ഥാ മാറ്റത്തിനെതിരെ മരച്ചീനിയുടെ പങ്ക് അല്ലെങ്കിൽ കപ്പയുടെ പങ്ക് എന്താണെന്ന് നമുക്കൊന്ന് കാണാം. നമ്മൾ കണ്ടു, വരൾച്ചയെ അതിജീവിക്കുന്ന ഒരു പ്രധാന ഭക്ഷ്യവിളയാണ്. അപ്പോൾ ഇത് വലിയൊരു ഭക്ഷ്യസുരക്ഷയിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് കപ്പ. വളരെ കുറച്ച് വെള്ളം മാത്രം മതി ഇത് വളരാനായിട്ട്. ഒരു സാധാരണ ഒരു വീട്ടമ്മയ്ക്ക് എങ്ങനെ ക്ലൈമറ്റ് ആക്ഷനിൽ പങ്കാളിയാവാമെന്ന് നമുക്കൊന്ന് കാണാം. ചെറിയ ചട്ടികളിലും ചെടിച്ചട്ടികളിലും അല്ലെങ്കിൽ വീടിൻ്റെ മുറ്റത്തുമൊക്കെ നമ്മൾ ചെറിയ ചെടികളൊക്കെ നടാനായിട്ട് നമ്മൾ ശ്രമിക്കുക. കുട്ടികളെ അതിനായിട്ട് നമ്മൾ എൻകറേജ് ചെയ്യും. സീസണലായിട്ട് നമുക്ക് നാട്ടിൽ ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ നമ്മൾ ഉപയോഗിക്കാനും അത് വാങ്ങിക്കാനും നമ്മൾ ശ്രദ്ധിക്കുക. മറ്റുള്ളവരെ എൻകറേജ് ചെയ്യുക. നമ്മളെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ പുനരുപയോഗിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ബാഗുകളും കുപ്പികളും അങ്ങനെയുള്ള വസ്തുക്കളും നമ്മൾ വാങ്ങിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. ഭക്ഷണം എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നും എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നും അതിൻ്റെ പിന്നിലുള്ള കർഷകരുടെ അധ്വാനം എന്താണെന്നും നമ്മൾ നമ്മുടെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ഇന്നത്തെ കൊച്ചു വർത്തമാനം ഫുഡ് ഹിസ്റ്ററി സീരീസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക. വീണ്ടും കാണാം മറ്റൊരു രസകരമായ ഭക്ഷണ കഥയുമായി.